എല്ലാവർക്കും വെൽക്കം ടു ചാനൽ. നിങ്ങൾ കാണാൻ പോകുന്ന എൻ്റെ റിവ്യൂ ആണ് ഓഫ് സംശയം. ഇത് എൻ്റെ ഒപ്പീനിയനാണ്. സ്പോയിലറായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഈ സിനിമയുടെ അകത്ത്. ആൻഡ് എനിക്ക് വായി തോന്നിയൊക്കെ വിളിച്ചു പറയും. അപ്പോൾ മിഷൻ ഇമ്പോസിബിൾ കഴിഞ്ഞ് ഞാൻ ചുമ്മാ തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ നോക്കിയപ്പോൾ ദേ ഒരു പുതിയ സിനിമയും കൂടെ വന്നിട്ടുണ്ട്. അന്ന് അതുകൂടെ കണ്ടിട്ട് ഇറങ്ങാൻ ഓർത്തുകൊണ്ട് ഞാൻ കയറിയ ഒരു പടമാണ് സംശയം. എപ്പോഴത്തേയും പോലെ തന്നെ ട്രെയിലറും സാധനങ്ങളും ഒന്നും ഞാൻ കാണാറില്ല. സിനിമയുടെ പേര് നോക്കും, ആരൊക്കെ അഭിനയിക്കുന്നത് നോക്കും, നേരെ ഞാൻ കയറും. ഇതിൻ്റെ കാസ്റ്റ് കണ്ടപ്പോഴത്തേക്കും ഞാൻ ഒരു കോമഡി സിനിമ എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് കയറിയത്. പക്ഷെ സിനിമ നല്ല സീരിയസ് ആയിട്ടാണ് പോയത്. വിനയ് ഫോർട്ട്, ഷറഫുദ്ദീൻ, നമ്മുടെ ഫീമെയിൽ ലീഡ്, പുള്ളിക്കാരുടെ പേര് എനിക്കറിയത്തില്ല, അവരുടെ ക്യാരക്ടേഴ്സ് എല്ലാം നല്ല രീതിയിലാണ് പോർട്രേ ചെയ്തേക്കുന്നത്. ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും അവർക്ക് കൊടുത്തേക്കുന്ന റോളുകൾ ഭയങ്കര നന്നായിട്ടാണ് അഭിനയിച്ചേക്കുന്നത്. ദി അഭിനയം പാർട്ട്, ദി ആക്ടിങ് പാർട്ട്, ഇറ്റ് ഇസ് ലൈക്ക് എ 10 ഓർ ലൈക്ക് എ 9, അറ്റ്ലീസ്റ്റ് എ 9 ഞാൻ കൊടുക്കും. കാരണം ഭയങ്കര നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. കുറേ അൺനെസസറി ക്യാരക്ടേഴ്സും അൺനെസസറി കോൺവെർസേഷൻസും ഉണ്ട് ഈ ഒരു സിനിമയുടെ അകത്ത്. കുറച്ച് ലെങ്ത് ഓൾറെഡി നല്ല കുറവാണ്. സിനിമ 2 മണിക്കൂർ എങ്ങാണ്ടായിരുന്നു ലെങ്ത് എന്ന് എൻ്റെ വിശ്വാസം. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഒരു ഇംഗ്ലീഷ് സിനിമ പോലെ തന്നെ ഒരു 1.5 മണിക്കൂർ വെച്ചാൽ മതി. യു ഡോണ്ട് നീഡ് എ 2-hour മൂവി. അപ്പോൾ ആ ഒരു സമയം തേക്കാൻ വേണ്ടി കുറേ ഫാമിലി ടോക്ക്, മറ്റത് മറിച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീട്ടിൽ പോയി സംസാരിക്കില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. സിദ്ദിഖിൻ്റെ റോള് ഇതിൻ്റെ അത് ഇറ്റ്സ് യൂസ്ലെസ്. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആ സിനിമയിൽ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും അതിന് പ്രത്യേകിച്ച് വലിയ പ്രസക്തിയുള്ള കാര്യമൊന്നും അല്ലായിരുന്നു സിദ്ദിഖിൻ്റെ റോളൊക്കെ. ഈ സിനിമയുടെ ബേസിക് പ്രമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും, വിനയ് ഫോർട്ടിനും മറ്റേ ചേച്ചിക്കും ഒരു കൊച്ചുണ്ടായി. ഒരു 1.5 വയസ്സാകുമ്പോഴത്തേക്കും സംശയമാണ് ഈ കൊച്ചു നമ്മുടെ തന്നെയാണോ എന്ന്. ലൈക്ക് അതാണ് ഈ സംശയം. 1.5 സംശയമായിപ്പോയി. ആൻഡ് ഈ ഒരു സംശയത്തിനുള്ളിൽ പെട്ടുപോകുന്ന വേറൊരു ഫാമിലിയാണ് ഷറഫുദ്ദീനും പുള്ളിക്കാരൻ്റെ ഭാര്യയും. സത്യം പറയാമല്ലോ, ഞാൻ ഷറഫുദ്ദീനെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. പടക്കളം എനിക്ക് മിസ്സായി. ആ ഒരു സിനിമ നമ്മൾ ഡേ 1 കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഒരു പടം കാണാൻ പോകണം എന്ന് ഓർത്തുകൊണ്ടാണ് ഇതിനു വേണ്ടി കയറിയത്. ഫസ്റ്റ് ഹാഫ് ഒക്കെ ലൈക്ക് തീരാതായപ്പോഴാണ്, ആ ഒരു ഇന്റർവെല്ലിന് ജസ്റ്റ് മുമ്പാണ് ഷറഫുദ്ദീൻ വരുന്നത്. ബട്ട് സ്റ്റിൽ ഒരു ലാസ്റ്റിംഗ് ഇംപ്രഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇൻ ദ മൂവി ഇറ്റ് സെൽഫ്. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ സിനിമയിൽ കുറച്ച് വലിച്ചു നീട്ടുന്ന പരിപാടി ചെയ്തിട്ടുണ്ട്. കുറച്ച് ആ ഒരു ടൈം എത്തിക്കാൻ വേണ്ടിയിട്ട് കുറേ ഫില്ലർ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഒഴിവാക്കി സിനിമയുടെ ലെങ്ത് കുറച്ചും കൂടെ ഒന്ന് കുറയ്ക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ. സിനിമ തീരാൻ പോകുന്ന സമയത്താണ് കുറച്ചും കൂടെ ഇൻറ്റൻസ് ആവുന്നത്. ആ ഒരു ഇൻറ്റൻസിറ്റി സിനിമയുടെ ഒരു പകുതി മൂലം അങ്ങോട്ടേക്ക് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ. പക്ഷേ ദി എൻഡിങ് സീക്വൻസ് എടുക്കുമ്പോഴത്തേക്കുള്ള വിനയ് ഫോർട്ടിൻ്റെ എക്സ്പ്രഷൻ ചേഞ്ചസ് ഒക്കെ ഭയങ്കര നല്ലതാണ്. ഇപ്പോൾ ഷറഫുദ്ദീൻ ആണെങ്കിലും ഹി ഷോസ് ദോസ് ഇമോഷൻസ് വെരി വെൽ. അത് ഞാൻ പറഞ്ഞില്ല, ആ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് സിനിമയുടെ പകുതി മുതൽ അവസാനം വരെ ഉണ്ടാവുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് വെൽ മെയ്ഡ്. അപ്പോൾ എപ്പോഴത്തേയും പോലെ എല്ലാ സാധനങ്ങളും ജനറലായിട്ട് എടുത്തിട്ട് നമ്മളൊരു കുപ്പയിലേക്ക് ഇടുവാണെങ്കിൽ ആക്ടിങ്, ഓരോ ആക്ടേഴ്സിൻ്റെ ഇമോഷണൽ പോർട്രേയിൽ കാര്യങ്ങളെല്ലാം ഭയങ്കര കിടലായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. എനിക്ക് ക്ലിക്കാവാഞ്ഞത് ഇതിൻ്റെ സ്റ്റോറിയാണ്. ഇറ്റ് ഫെൽറ്റ് വെരി ഓൾഡ് സ്കൂൾ. ഭയങ്കര, ഞാൻ ഓൾഡ് സ്കൂൾ എന്ന് പറയണമെങ്കിലും ഇറ്റ് ആക്ച്വലി ഫെൽറ്റ് ഓൾഡ് സ്കൂൾ. ഈ ഒരു കാലഘട്ടത്തിൽ നടക്കത്തില്ല, ഓർ ഇറ്റ്സ് വെരി ഹൈലി അൺലൈക്ലി ടു ഹാപ്പൻ. ഒരു 20 കൊല്ലം മുമ്പൊക്കെയാണെങ്കിൽ ചിലപ്പോൾ നടക്കുമായിരുന്നു, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കുറച്ച് അതും പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ഇറ്റ് കുഡ് ഹാപ്പൻ. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ വർക്കൗട്ട് ആവില്ലാത്തൊരു സ്റ്റോറി ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഡിസഗ്രി ചെയ്യുന്ന കുറേ പേരുണ്ടാവും, പക്ഷേ എനിക്കത് വർക്കായില്ല. അതുകൊണ്ട് ഞാൻ പറയുവാണെങ്കിൽ ഇപ്പോൾ അവരെ കാണാൻ വേണ്ടി പോകുന്നതാണെങ്കിലേക്കും യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. ഇഫ് യു ഗോയിങ് ഫോർ ദ സ്റ്റോറി, ഡോണ്ട് OTT വരാണ്ട് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്.